കേരളത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ജില്ലയായിട്ടുള്ള പാലക്കാട്ടെ നെല്ലിയാമ്പതിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. രാവിലെ നമ്മുടെ പോത്തുണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇതുപോലെ KSRTC ബസ്സും അതുപോലെ തന്നെ ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളെല്ലാം കയറി പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് ശേഷം മാത്രമാണ്. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ പോത്തുണ്ടി ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത നെല്ലിയാമ്പതി വീഡിയോയിൽ ഈ ഒരു വ്യൂ പോയിന്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചുകൊണ്ട് തന്നെ ഇത്തവണ അതെന്തായാലും സ്കിപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ അരുവികൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. നമ്മുടെ ഡാം വ്യൂ പോയിന്റിന് ശേഷം നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നെക്സ്റ്റ് നമുക്ക് കാണാനായിട്ടുള്ളത് ഈ കാണുന്ന കുണ്ടറച്ചോള എന്ന് പറയുന്ന ഈ ഒരു പാലത്തിലെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ വളരെ ചെറിയൊരു വാട്ടർഫോൾ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മൾ മഴക്കാലത്താണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് നമുക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വാട്ടർഫോൾസ് കാണാൻ പറ്റും. പരമാവധി ഇതിന് മുകളിലേക്കൊന്നും കയറാതിരിക്കാൻ തന്നെ നോക്കുക. കാരണം കഴിഞ്ഞ മഴക്കാലത്ത് ഇതിന് മുകളിൽ നിന്ന് ഒഴുകി വന്ന പാറക്കല്ലുകളും മരങ്ങളും ഒക്കെയാണ് നമ്മൾ താഴെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് റോഡിൻ്റെ 2 സൈഡിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നതെല്ലാം നല്ലപോലെ കാണാൻ പറ്റും. ചെറിയ രീതിയിൽ പറഞ്ഞാൽ ഒരു ഉരുൾപൊട്ടലിന് സമാനമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്നത്. മണ്ണ് മാത്രമല്ല, നമ്മളിപ്പോൾ കണ്ട പോലുള്ള വലിയ പാറക്കല്ലുകളും റോഡിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നെല്ലിയാമ്പതി കാണാനായിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ നവംബർ ഡിസംബർ ആ ഒരു ടൈം തന്നെയാണ്. കാരണം നല്ല മഞ്ഞുള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോട കിട്ടാനായിട്ടുള്ള ചാൻസും ഉണ്ട്. പരമാവധി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴ സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നെക്സ്റ്റ് കിട്ടിയ മറ്റൊരു ചെറിയ വാട്ടർഫോളാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ അരുവികളാണെങ്കിലും ഇത് നമ്മുടെ ക്യാമറയുടെ ആ ഒരു ഫ്രെയിമിൽ കാണുമ്പോൾ പ്രത്യേക രസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നല്ല കാണാൻ ഭംഗിയുള്ള അരുവികളെല്ലാം ഇറങ്ങി അതിൻ്റെ വീഡിയോയും ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോയത്. നമ്മൾ ഇതിനു മുമ്പ് നെല്ലിയാമ്പതി വന്ന ടൈമിൽ ശരിക്കും 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അന്ന് നമ്മൾ നേരെ പോയത് സീതാർകുണ്ട് വ്യൂ പോയിന്റും കുറച്ച് ടീ പ്ലാന്റേഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളുമൊക്കെ മാത്രമാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ കണ്ടതാണ് ഈ കാണുന്ന നിൽഗിരി ലങ്കൂർ. ഇങ്ങനെ മരത്തിലൂടെ നല്ല സ്പീഡിൽ ഇങ്ങനെ ചാടി പോകുന്നത് സ്ലോ മോഷനിൽ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇത്തവണത്തെ വീഡിയോയിൽ ഈ സീതാർകുണ്ട് ഉൾപ്പെടെ നെല്ലിയാമ്പതിയിൽ നമുക്ക് കാണാനായിട്ടുള്ള ഒരുവിധ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാനായിട്ടാണ് പ്ലാൻ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വേഴാമ്പലുകളുടെ സൈറ്റിംഗ്, അതായത് ഒരു മരത്തിൽ തന്നെ ഏകദേശം 10 വേഴാമ്പലുകൾക്ക് മേളിൽ നമുക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ കാട്ടുപന്നിയും സിംഹവാലൻ കുരങ്ങും മലയണ്ണാനും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിൽ തന്നെ കാടിനകത്ത് ഏകദേശം 21 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് അവിടെ പോയി നൈറ്റ് ആ കാടിനകത്ത് സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ തിരിച്ചു വരുന്നൊരു വീഡിയോ ആണ്. നമ്മൾ സ്റ്റേയിലേക്ക് പോകുന്ന വഴിക്ക് പകൽ സമയത്ത് നമ്മൾ കാട്ടിലൂടെ കയറിയപ്പോൾ തൊട്ട് നൈറ്റ് സ്റ്റേയിലേക്ക് എത്തിയ ആ ഒരു ടൈം വരെ ഒരുപാട് വൈൽഡ് അനിമൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. ആനയും കാട്ടിയും അങ്ങനെ ഒരുപാട് അനിമൽസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പശുവിനെയൊക്കെ തട്ടി മാറ്റി പോകില്ലേ, ആ ഒരു രീതിയിലാണ് കാട്ടിയുടെ അടുത്തുകൂടിയൊക്കെ നമ്മൾ ജീപ്പായിട്ട് പോയത്. എന്തായാലും കാടിനകത്ത് ഇത്രയും ദൂരെ ഓഫ് റോഡായിട്ട് ഒറ്റയ്ക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ത്രില്ലും ആ ഒരു എക്സ്പീരിയൻസും അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൻ്റെ കാഴ്ചകളെല്ലാം ഇനി നെക്സ്റ്റ് സാറ്റർഡേ വരുന്ന വീഡിയോയിലുണ്ടാവും. അപ്പോൾ എന്തായാലും അത് കാണാനായിട്ട് മറക്കണ്ട, നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വാട്ടർഫോൾസിലെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ, കാണാൻ തന്നെ ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുമ്പോഴുള്ള ഈ റോട്ടിലെ കാഴ്ചകളും. ഇതുപോലെ ഒരുപാട് ഹെയർ പിൻ ബെൻഡുകൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. അതിൽ തന്നെ ഇതുപോലെ ഭംഗിയുള്ള ഒരുപാട് റോഡുകളും നമുക്ക് കാണാം. ശരിക്ക് ഈ ഒരു ഫ്രെയിമിൽ നമ്മുടെ സ്വന്തം KSRTC ബസ്സാണ് ഓടി വന്നെങ്കിൽ ആ ഒരു ഫ്രെയിമിൻ്റെ ഭംഗി ഒന്നുകൂടി കൂടിയാനല്ലേ. എന്തായാലും റോഡിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ പോത്തുണ്ടി ഡാമിലെ കാഴ്ചകളും അതുപോലെ ഈ കാണുന്ന കാടും മലയും ഇതെല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും കാണാനായിട്ടൊരു പ്രത്യേക രസം തന്നെയാണ്.
അങ്ങനെ ഈ ഹെയർ പിൻ ബെൻഡുകളും കയറ്റവും എല്ലാം കയറി നമ്മൾ നേരെ മുകളിലേക്ക് എത്തിയപ്പോൾ ചെറിയ രീതിയിൽ കോടയുണ്ട്. ഈ കോട ഉള്ളതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ താഴേക്ക് അരിച്ചിറങ്ങുന്ന ആ ഒരു കാഴ്ച കാണാനും പ്രത്യേക രസമായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ ഈ കാണുന്നൊരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് ശരിക്കും നമ്മൾ കരടി അതുപോലെ തന്നെ കേശവംപാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ സീതാർകുണ്ടും പോകുന്നത്. അപ്പോൾ ഈ റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഹോസ്പിറ്റൽ കാണാൻ പറ്റും. ഈ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു ATM അവൈലബിൾ ആണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ക്യാഷ് എടുക്കാനായിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. നമ്മൾ ഈ ഒരു വഴി കേശവംപാറയിലേക്ക് എത്താറാവുമ്പോൾ ഇതുപോലെ ഒരുപാട് പേര് നമ്മളെ ട്രെക്കിങ് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് കൈ കാണിച്ച് വിളിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പരമാവധി അത് പോവാതിരിക്കാൻ ശ്രമിക്കുക, കാരണം അത് ഇല്ലീഗലാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കേശവംപാറ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇതുപോലൊരു ചെറിയ ഹോട്ടൽ കാണാൻ പറ്റും. ചെറിയൊരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയൊന്നും വേണ്ട. എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടുന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ കടയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന കാട്ടുപന്നിയാണ്. അങ്ങനെ കുറച്ചു നേരം നിന്ന് കാട്ടുപന്നിയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഈ വന്ന റോഡിലൂടെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ കേശവംപാറ വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഈ കാണുന്ന ഒരു ടെമ്പിളിൻ്റെ സൈഡിലൂടെയാണ് നമ്മുടെ കേശവംപാറയുടെ എൻട്രൻസ് വരുന്നത്. ഈ ഒരു ചെറിയ കയറ്റം കയറി നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റുക. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് കേശവംപാറയുടെ അകത്തേക്ക് പോകാൻ പറ്റൂ. ഇവിടെ എൻട്രി വരുന്നത് ഒരാൾക്ക് 15 രൂപയും അതുപോലെ തന്നെ വീഡിയോഗ്രാഫി എല്ലാം ചെയ്യാനായിട്ട് 150 രൂപയുമാണ്. ഈ ഒരു എമൗണ്ട് എല്ലാം പേ ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാലും നമുക്കിവിടെ കവർ ചെയ്യാനായിട്ടുള്ളത് ഈ കാണുന്നൊരു വഴിയും ഈ ഒരു വഴിയിലൂടെ നേരെ നടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഒരു പാറയും അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളും മാത്രമാണ്. എന്തായാലും ഈ ഒരു എമൗണ്ടിനുള്ളതുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലാന്നേ പറയാൻ പറ്റൂ. ഈ കാണുന്ന ഒരു വഴിയിലൂടെ ഏകദേശം ഒരു 500 മീറ്ററോളം നമ്മൾ നടന്നു പോയപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന കേശവംപാറ വ്യൂ പോയിൻറ്റിൻ്റെ ടോപ്പിലേക്ക് എത്തുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് കേശവംപാറ. ഇവിടെ നിന്ന് നമ്മൾ നേരെ താഴെ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഡാം തന്നെയാണ്. അവിടെ പോത്തുണ്ടി ഡാം ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് മലകളും കാടും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ താഴെ കാണുന്ന ആ ഒരു ഡാമിൻ്റെ ഹൈറ്റും അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ അത് കണ്ടിട്ട് പോത്തുണ്ടി ഡാമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മൾ ഈ കേശവംപാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ താഴെ കാടിന് മുകളിലൂടെ പലപ്പോഴും വേഴാമ്പലുകൾ പറന്നു പോകുന്നത് കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ കാണുന്നത് ഇവിടെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടാങ്കാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ഒരു മലയുടെ ടോപ്പിലായിട്ട് നമുക്ക് ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു വാച്ച് ടവറും കാണാൻ പറ്റും. അങ്ങനെ കേശവംപാറയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇനി പോകുന്ന ഒരു റൂട്ട് നമ്മുടെ കരടിക്ക് പോകുന്നൊരു വഴിയാണ്. നമ്മൾ കരടിയെ കാണാനായിട്ട് പോകുന്നതല്ല, കരടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ശരിക്കും ഈ നെല്ലിയാമ്പതിയിൽ നമുക്ക് വേഴാമ്പലുകളെ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് ഈ കരടി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ദൂരം നമ്മൾ പോകുന്നത് ഈ കാണുന്ന ടീ പ്ലാന്റേഷൻ്റെ നടുക്കൂടെയുള്ള റോഡിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ കാഴ്ചയാണ് ഇതാ ഈ കാണുന്നത്. വേറൊന്നുമല്ല, ഒരു കൂട്ടം ആളുകൾ നിന്ന് തേയില നുള്ളുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരാൾ നിന്ന് ഈ തേയിലയ്ക്കെല്ലാം വളം അടിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റി. എന്തായാലും ഇത്രയും നാൾ ടീ പ്ലാന്റേഷനിലൂടെ എല്ലാം പോയിട്ട് ആദ്യമായിട്ടാണ് ഇതിങ്ങനെ മരുന്നടിക്കുന്നൊരു കാഴ്ച നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത്. നമ്മൾ ഈ കരടിക്ക് പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ഒരുപാട് ലയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ടീ പ്ലാന്റേഷൻ ഒരുപാട് ഏക്കറിൽ ഇങ്ങനെ വിസ്തൃതമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ജോലിക്ക് വരുന്നതിനായിട്ട് AVT തന്നെ കെട്ടിക്കൊടുത്തിട്ടുള്ള ലയങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ടീ പ്ലാന്റേഷൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ഒരുപാട് ലയങ്ങളും ആളുകളെല്ലാം കാണാനും പറ്റും. നമ്മൾ കരടി പോകുന്ന ഈ ഒരു വഴിക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കിനി വേഴാമ്പലുകളെ സ്പോട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് വലിയ മരങ്ങൾ കാണാൻ പറ്റും. അതിൽ മിക്കതും വേഴാമ്പലുകൾക്ക് കഴിക്കാൻ പറ്റുന്ന പഴങ്ങളുള്ള മരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് നമ്മൾ പോകുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ ഈ മരങ്ങളെല്ലാം നോക്കി വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ദാ ഇരിക്കുന്നു നമ്മൾ നോക്കി വന്ന വേഴാമ്പല്. ആദ്യത്തെ കാഴ്ചയിൽ ആകെ ഒരെണ്ണത്തിനെ കണ്ടുള്ളൂവെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ പെട്ടെന്ന് മറ്റൊരു വേഴാമ്പലൂടി പറന്നു വന്ന ആ കൊമ്പിലിരുന്നു. പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ കാണുന്ന മരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് വേഴാമ്പലുകൾ ഇരിക്കുന്നുണ്ട്. ഒന്നും രണ്ടോ ഒന്നുമല്ല, ഏകദേശം 10-15 എണ്ണം ഈ ഒരൊറ്റ മരത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്.
ഒരുപക്ഷെ അവർക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് അവൈലബിൾ ആയതുകൊണ്ടായിരിക്കണം ഈ ഒരു മരത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഒരുപാട് വേഴാമ്പലുകൾ ഇരിക്കുന്നത്. എന്തായാലും ഈ കാണുന്ന ഒരു മരം കുറച്ച് അകത്തേക്ക് നീങ്ങി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഴാമ്പലുകളെ ഒന്നും കൃത്യമായിട്ട് വീഡിയോയിലേക്ക് പകർത്താനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രെയിമിൽ കാണുന്ന പോലെയുള്ള മരവും ചില്ലയും ഇലകളും ഒക്കെ തന്നെയാണ്. എന്തായാലും പല സ്ഥലങ്ങളിലും നമ്മൾ ട്രെക്കിങ് പോയപ്പോഴും ട്രാവലായിട്ട് പോയപ്പോഴൊക്കെ ഒരുപാട് വേഴാമ്പലുകളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയധികം വേഴാമ്പലുകളെ ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ മരത്തിൽ തന്നെ കിട്ടുന്നത് ഇതാദ്യമായിട്ടാണ്. എന്തായാലും വേഴാമ്പലുകൾ തപ്പി വന്ന് വേഴാമ്പലുകൾ നമ്മുടെ വീഡിയോയിൽ കിട്ടിയതുകൊണ്ട് തന്നെ ഞാനും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇനി വേഴാമ്പലുകളെ കാണാനായിട്ട് ആരെങ്കിലും നെല്ലിയാമ്പതി പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടും പോകണ്ട, നേരെ നമ്മുടെ കരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് പോകുന്ന ആ ഒരു വഴി അല്ലെങ്കിൽ കരടി പോകുന്ന ആ ഒരു വഴി പോകുമ്പോൾ മരങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ടൊന്ന് നോക്കി പോയാൽ മതി. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം നിൽക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ വേഴാമ്പലുണ്ടെന്നുള്ളതാണ്. അങ്ങനെ വേഴാമ്പലുകളുടെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് തൊട്ടടുത്ത മരത്തിൽ നിന്ന് ഈ കാണുന്ന മലയണ്ണാൻ്റെ എൻട്രി. ശരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണെങ്കിലും കുറച്ചു നേരം മാത്രമാണ് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ നിന്നുള്ളൂ. അങ്ങനെ മലയണ്ണാൻ്റെയും വേഴാമ്പലുകളുടെ എല്ലാം കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ കരടിയിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഈ ഒരു വഴി കയറിയപ്പോൾ തന്നെ വേഴാമ്പലുകളെ നോക്കി ജസ്റ്റ് റോഡിലേക്കൊന്ന് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഈ കാണുന്നൊരു ഫ്രോഗ്. കാഴ്ചയിൽ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്രോഗ് ആയതുകൊണ്ട് തന്നെ കുറച്ചു നേരം അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോയ വഴിക്ക് തന്നെ നമ്മുടെ റോഡ് സൈഡിലായിട്ട് കിട്ടിയ നെക്സ്റ്റ് ഒരു സൈറ്റിംഗ് ആണ് ഈ കാണുന്ന മയിൽ. ആദ്യം കണ്ടപ്പോൾ ഈ കാണുന്ന ഒരു മയിൽ മാത്രമുള്ളതെന്നാണ് വിചാരിച്ചത്. പക്ഷേ താഴെ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലായിട്ട് ഒരുപാട് മയിലുകൾ നിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ നെല്ലിയാമ്പതിയിൽ വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും മയിലുകളെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഇത് പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് മയിലുകളെ കാണാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെ മയിലുകളുടെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോഴാണ് തൊട്ടടുത്ത മരത്തിൽ ഈ കാണുന്നൊരു നിൽഗിരി ലങ്കൂർ ഇരിക്കുന്നത് കണ്ടത്. നമ്മൾ ഈ നെല്ലിയാമ്പതിയിൽ പല ഭാഗങ്ങളിലേക്കും ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലുള്ള ചെറിയ ചെറിയ അമ്പലങ്ങൾ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അമ്പലത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഈ കാണുന്നൊരു ഫ്രെയിം നമ്മുടെ കണ്ണിൽ പെട്ടത്. ഈ ഫ്രെയിമിലേക്ക് 2 വേഴാമ്പലുകൾ ഇങ്ങനെ പറന്നു വന്ന് ലാൻഡ് ചെയ്യുന്നൊരു വിഷ്വല് ഒന്ന് മനസ്സിൽ വിചാരിച്ചു പോയി. അങ്ങനെ വേഴാമ്പലുകളെ കാത്തു നിന്നപ്പോഴാണ് തൊട്ടടുത്ത മരത്തിൽ നമുക്ക് ഈ കാണുന്ന സിംഹവാലൻ കുരങ്ങിന് കിട്ടിയത്. ആദ്യം ഒരെണ്ണമാണെന്നാണ് തോന്നിയത്. പക്ഷേ ഈ ഒരു മരത്തിൽ പല ഭാഗങ്ങളിലായിട്ടും ഒരുപാട് സിംഹവാലൻ കുരങ്ങുകളെ നമുക്ക് കാണാൻ പറ്റും. ഇവർ ഈ കയറി പോകുന്ന മരത്തിൻ്റെ ടോപ്പിലായിട്ടാണ് ശരിക്കും ആ ഒരു ഫ്രെയിമിൻ്റെ ഭംഗി ശരിക്കും വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുരങ്ങ് മുകളിലേക്ക് കയറി എത്തുന്നതിനായിട്ട് വെയിറ്റും ചെയ്യുന്നത്. കാരണം നല്ല വൈറ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇലകളെല്ലാം പോയ നല്ലൊരു അടിപൊളി മരം നമുക്ക് മുകളിൽ കാണാൻ പറ്റും. ആ ഒരു മരത്തിലൂടെ ഈ കാണുന്ന സിംഹവാലങ്കുരങ്ങൾ നടക്കുകയോ ചാടുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസം തന്നെയായിരിക്കും. എന്തായാലും ഇവന്മാർ കയറി മുകളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ഈ കാണുന്നതാണ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആ ഒരു ഫ്രെയിം. ഇലകളൊന്നും ഇല്ലാത്ത ഈ ഒരു മരത്തിൻ്റെ മുകളിലൂടെ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കറുത്ത കളറിലുള്ള ഈ ഒരു കുരങ്ങ് ചാടി നടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അങ്ങനെ ഈ കുരങ്ങിൻ്റെ ചാട്ടവും ഓട്ടവും അതെല്ലാം കണ്ടു നിന്നപ്പോഴാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു മരത്തിലേക്ക് ഈ കുരങ്ങ് ചാടാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയായിരുന്നു. പക്ഷേ നമ്മൾ നിരാശപ്പെടുത്തിക്കൊണ്ട് തന്നെ ആൾ തിരിച്ച് ഈ സൈഡിലേക്ക് തന്നെയാണ് പോരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അത് ചാടി അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു പ്ലാനാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് പ്രതീക്ഷയോടുകൂടി നിന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു സീക്വൻസ് നമുക്ക് കിട്ടിയത്.
ആഹാ, അടിപൊളി. അപ്പോൾ ഈ കാണുന്നൊരു വിഷ്വലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നിന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ആ ഒരു വിഷ്വൽ എല്ലാം കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും കരടിയിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു കൂട്ടം വേഴാമ്പലുകളാണ്. ഒന്നും രണ്ടും അല്ല, ഇവിടെയും ഏകദേശം 10-15 വേഴാമ്പലുകളാണ് ഈ 2-3 മരത്തിലായിട്ടിരിക്കുന്നത്. ഇവിടെ വേഴാമ്പലുകൾ ഇരിക്കുന്ന ഷോട്ട് കിട്ടിയതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടിയത് വേഴാമ്പലുകൾ പറക്കുന്നതിൻ്റെ ഷോട്ടുകളാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരങ്ങളും ചില്ലകളും എല്ലാം ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഈ വേഴാമ്പലുകളുടെ വളരെ കൃത്യമായിട്ടുള്ളൊരു വിഷ്വലൊന്നും നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇത്രയധികം വേഴാമ്പലുകളെ നമുക്ക് കാണാൻ പറ്റിയതും അവർ ഫ്ലൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു വിഷ്വൽ പകർത്താൻ പറ്റിയതുകൊണ്ട് തന്നെ ഞാനും വളരെ ഹാപ്പിയായിരുന്നു. ഇനി ഈ വിഷ്വൽസ് എല്ലാം കാണുന്ന ആളുകൾക്ക് തോന്നാൻ ചാൻസ് ഉള്ളൊരു ഡൗട്ടാണ് ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടിയതാണോ എന്നുള്ളത്. കാരണം ഇതിനു മുമ്പ് നമ്മൾ തിരുനെല്ലിയിൽ നൈറ്റ് ഡ്രൈവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്തതാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന വിഷ്വൽസ് എല്ലാം തന്നെ ഒറ്റ ഡേ കൊണ്ടെടുത്താണ്. അതുപോലെ തന്നെ തിരുനെല്ലി നമ്മുടെ നൈറ്റ് ഡ്രൈവിൽ കിട്ടിയ ആനകളുടെ കംപ്ലീറ്റ് വിഷ്വൽസും നമുക്ക് ഒറ്റ നൈറ്റ് കൊണ്ട് മാത്രം കിട്ടിയതാണ്. നിങ്ങൾ വേഴാമ്പലുകളെ കാണാനായിട്ട് ഇനി നെല്ലിയാമ്പതി വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നെസ്റ്റിംഗ് സീസണിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നതിനേക്കാൾ വളരെയധികം വേഴാമ്പലുകളുടെ കൂട്ടം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നെസ്റ്റിംഗ് സീസൺ അല്ലെങ്കിൽ പോലും നമുക്ക് ഏകദേശം 15ഓളം വേഴാമ്പലുകളാണ് ഒരേ മരത്തിൽ നിന്ന് തന്നെ കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ വേഴാമ്പലുകൾ പറക്കുന്നതിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വേഴാമ്പലുകളുടെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗാണ് ഈ കാണുന്ന നിൽഗിരി ലംഗൂർ. നമ്മുടെ സിംഹവാലൻ നേരത്തെ ചാടിയതുപോലെ തന്നെ ഇവന്മാരും തൊട്ടടുത്തുള്ള മരത്തിൽ നിന്ന് ഈ കാണുന്നൊരു മരത്തിലേക്ക് ചാടുന്ന വിഷ്വൽസാണ് കിട്ടിയത്. എന്തായാലും ആനിമൽസിൻ്റെ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം വളരെ സ്ലോ മോഷനിൽ ഇങ്ങനെ കാണാനായിട്ടൊരു പ്രത്യേക രസം തന്നെയാണ്. അങ്ങനെ ഈ കരിങ്കുരങ്ങിൻ്റെ അഥവാ നമ്മുടെ നിൽഗിരി ലംഗൂറിൻ്റെ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം കുറേ നേരം നോക്കി നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ പോകാൻ തുടങ്ങിയപ്പോഴാണ് തൊട്ടടുത്തുള്ള മരത്തിൽ അടുത്തൊരൈറ്റം ഇരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ മലബാർ ജയൻറ്റ് സ്ക്വയൽ, അതായത് നമ്മുടെ മലയണ്ണൻ. ആളിരിക്കുന്ന ഈ ഒരു ഫ്രെയിം കണ്ടപ്പോഴേക്കും എന്തായാലും വീഡിയോ എടുക്കാതിരിക്കാനും തോന്നിയില്ല. ഇതേ ഫ്രെയിമിൽ തന്നെ കുറച്ച് ഫോട്ടോസും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കാട്ടിൽ ട്രെക്കിങ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലുള്ള യാത്രകളെല്ലാം പോകുമ്പോഴോ ആനിമൽസിൻ്റെയോ ബേർഡ്സിൻ്റെയോ ഒക്കെ നല്ല ഭംഗിയുള്ള ഫ്രെയിമിലുള്ള കുറേ വിഷ്വൽസ് കിട്ടുമ്പോഴാണ് ശരിക്കും ആ ഒരു യാത്ര തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു നെല്ലിയാമ്പതി യാത്രയിൽ ഇത്രയും വിഷ്വൽസ് നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തൊരാളുണ്ട്. തൃശ്ശൂരുകാരനായിട്ടുള്ള ജോയലാണ് കക്ഷി. ഇവിടെ നെല്ലിയാമ്പതിയിൽ പലതവണ ആൾ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ സൈറ്റിങ്സ് ആണ് കിട്ടാനായിട്ട് ചാൻസ് ഉള്ളതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ പുള്ളിക്കുണ്ടായിരുന്നു. എന്തായാലും ഈ നെല്ലിയാമ്പതി യാത്രയുടെ പകുതിക്ക് വെച്ചാണ് ആളെ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നെല്ലാം ഞങ്ങളുടെ യാത്ര ഒരുമിച്ച് തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ കരപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇതുപോലൊരു ചെറിയ ഹോട്ടലെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ലഘുഭക്ഷണമോ വെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത് അവൈലബിൾ ആണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ കാണുന്ന വഴിയിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണുക. ഈ നെല്ലിയാമ്പതി ചുറ്റിക്കറങ്ങി കാണാനായിട്ട് വരുന്ന ആളുകൾ കൂടുതലായിട്ട് പോകുന്ന 2 സ്ഥലങ്ങളാണ് കരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജും അതുപോലെ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റും. അപ്പോൾ ഈ കരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ ചെറിയൊരു തൂക്കുപാലമാണ്. ഈ പാലത്തിൻ്റെ തൊട്ട് താഴത്തായിട്ട് തന്നെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങി മുഖമെല്ലാം കഴുകി കുറച്ചൊന്ന് റിഫ്രഷ് ആവാനായിട്ടുള്ള ടൈമും കിട്ടും. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോഴാണ് തൊട്ടടുത്ത മരത്തിൽ നിന്ന് ഈ കാണുന്ന നിൽഗിരി ലംഗൂറിൻ്റെ ഒരു അടിപൊളി ചാട്ടം കണ്ണിപ്പെട്ടത്. അങ്ങനെ കരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്ത കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിനി നെക്സ്റ്റ് പ്ലേസിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മൾ എത്തിപ്പെടുന്ന ഒരു ചെറിയ വാട്ടർഫോളാണ്. നമ്മൾ ഈ പോകുന്ന റോഡിൻ്റെ ഏകദേശം എൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടാണ്. നമ്മൾ നെല്ലിയാമ്പതിയിൽ വരുമ്പോൾ ഈ മഴക്കാലത്താണ് വരുന്നതെങ്കിൽ കുറച്ച് റിസ്ക്കി ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പോലും ഈ കാണുന്ന വാട്ടർഫോൾസ് അല്ലെങ്കിൽ നമ്മൾ വന്ന വഴിക്ക് കണ്ട പല വാട്ടർഫോൾസും കാണാനായിട്ട് ഏറ്റവും ഭംഗി എന്ന് പറയുന്നതും നമ്മുടെ റെയിനി സീസണിൽ തന്നെയാണ്. അങ്ങനെ ഈ ഒരു വാട്ടർഫോളിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോഴാണ് പെട്ടെന്നൊരു കാഴ്ച കണ്ണിപ്പെട്ടത്. വേറൊന്നുമല്ല, ഈ വാട്ടർഫോൾ ഒഴുകി വരുന്നതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് കുരങ്ങുകൾ നിന്ന് ഈ വെള്ളത്തിൽ നിന്ന് എന്തോ പിറക്കി കഴിക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് കഴിക്കുന്നതാണോ അതോ പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും കഴിക്കുന്നതാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഇവരുടെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൽ നമുക്കൊരു മലയണ്ണാനെയും കാണാൻ പറ്റി. അങ്ങനെ ഇവരുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിനി നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന ഈ ഒരു ജംഗ്ഷൻ ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞായിരുന്നു നമ്മൾ കേശവമ്പാറ എല്ലാം പോയത്. ഇപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മുടെ സീതാർകുണ്ട് റൂട്ടിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. ഈ ഒരു വഴി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ചെറിയൊരു ഡീവിയേഷൻ നമുക്ക് കാണാൻ പറ്റും.
ഈ ഒരു വഴി നമ്മൾ പോകുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരുപാട് ലയങ്ങളെല്ലാം ഇവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും. ഈ ഒരു വഴി നേരെ പോകുന്നത് നമ്മുടെ സീതാർകുണ്ടിലേക്കുള്ള വഴി തന്നെയാണെങ്കിലും പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റ് എന്തെങ്കിലും ഒരു വണ്ടി വന്നാൽ പോലും നമുക്ക് ഒതുക്കി കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു വഴി നമ്മൾ പോകുമ്പോൾ കാണുന്ന ഈ ഒരു തേയിലത്തോട്ടം, ഇതിൽ ശരിക്കും കാണേണ്ട ഒരു കാഴ്ച നമ്മുടെ ഡ്രോണിലൂടെ തന്നെ കാണണം. നമ്മൾ ഈ നേരെ കാണുന്ന മലയുടെ താഴെ ഭാഗത്ത് കാണുന്ന ഏരിയ ഉണ്ടല്ലേ, അതാണ് നമ്മുടെ കൊല്ലങ്കോട് ഭാഗം. ഒരുപാട് റീൽസിലൂടെയും വീഡിയോസിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കൊല്ലങ്കോട്. ഇതിനു മുമ്പ് നമ്മളും അവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കൊല്ലങ്കോട്ടിലെ കാഴ്ചകളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ പകർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ല ഇനി കൊല്ലങ്കോട് ഏതൊക്കെ പ്ലേസസ് ആണ് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ട ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഈ കാണുന്ന തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ നമ്മൾ നേരെ നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ തേയിലത്തോട്ടത്തിനോട് നടുവിലൂടെയുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അങ്ങനെ കുറച്ചു നേരം നമ്മൾ ഈ കാണുന്ന തേയിലത്തോട്ടത്തിലൂടെ എല്ലാം കറങ്ങി നേരെ നമ്മൾ ചെന്ന് ചാടുന്നത് സീതാർകുണ്ടിലേക്കുള്ള ഈ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം വേണം മുകളിലേക്ക് കയറാനായിട്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കയറുന്നതിന് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല. ഇവിടെ നിന്ന് നമ്മളിനി നേരെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ ജസ്റ്റ് പാർക്കിംഗ് ഫീ മാത്രം കൊടുത്തിട്ട് നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകാം. ഇവിടെ കാണുന്ന ഈ ഒരു ക്യാൻറ്റീനിൽ ഇവർ തന്നെ മേക്ക് ചെയ്യുന്ന ഐസ്ക്രീമും അതുപോലെ തന്നെ ചായയും ചെറിയ സ്നാക്സും എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ രണ്ട് സൈഡും തേയിലത്തോട്ടമായിട്ടുള്ള ഈ ഒരു വഴിയിലൂടെ നടന്ന് നമ്മൾ നേരെ വ്യൂ പോയിന്റിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നൊരു ബോർഡ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആളുകൾക്ക് വാണിംഗ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളൊരു ബോർഡാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നെല്ലിമരമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ബോർഡ് ഇവിടെ എഴുതി വെക്കാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ വ്യൂ പോയിന്റിൽ നിൽക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് വളരെ ചരിവായിട്ടുള്ളൊരു മലയുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ്. നമ്മൾ ആ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു മലയുടെ ചരിവൊന്നും അത്ര ഫീൽ ചെയ്യില്ലെങ്കിലും നമ്മൾ ഈ കാണുന്ന ഡ്രോൺ ഷോട്ടിലൂടെ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത ശരിക്കും മനസ്സിലാവും. നമ്മൾ ഈ നിൽക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി താഴെ പോയാൽ പിന്നെ ആളുടെ പൊടി പോലും നോക്കണ്ട. കാരണം അത്രയും സ്റ്റീപ്പായിട്ടുള്ളൊരു പാറയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ കാണുന്ന മലയുടെ തൊട്ട് സൈഡിലായിട്ട് മറ്റൊരു മലയിലായിട്ടാണ് നമ്മുടെ സീതാർകുണ്ട് വാട്ടർഫോൾസ് വരുന്നത്. നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ പണ്ട് നടന്ന് നമുക്ക് ആ ഒരു വാട്ടർഫോൾ വരെ പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള എൻട്രി ക്ലോസ്ഡ് ആണ്. നമ്മൾ ഈ കാണുന്ന മലയുടെ എൻഡിലൂടെ ചെല്ലുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സീതാർകുണ്ട് വാട്ടർഫോൾ എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ വളരെ ചെറിയൊരു വാട്ടർഫോളായിട്ട് തോന്നുമെങ്കിലും ഈ വാട്ടർഫോൾ നമ്മൾ കൊല്ലങ്കോട് വരെ പോകുന്നുണ്ട്. നമ്മുടെ നെല്ലിയാമ്പതിയിൽ നിന്ന് കൊല്ലങ്കോട് വരെ ഈ ഒരു വാട്ടർഫോൾ പോകുന്നതിൻ്റെ ഒരു പാത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത്രയും ഹൈറ്റുള്ള ഈ ഒരു മലയിൽ നിന്ന് പല തട്ടായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളായിട്ടാണ് ഈ വെള്ളം താഴെ കൊല്ലങ്കോട്ടിലേക്ക് വരെ എത്തുന്നത്. മഴക്കാലത്താണ് നമ്മൾ വന്നിരുന്നതെങ്കിൽ ഈ കാണുന്ന ഭാഗത്തെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെള്ളം ഒഴുകുന്നത് കാണാമായിരുന്നു. അതുപോലെ തന്നെ താഴെ നമ്മൾ കാണുന്ന പാടശേഖരങ്ങളും ആ പന നിൽക്കുന്ന ഏരിയ എല്ലാം കൊല്ലങ്കോടിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങനെ നമ്മുടെ സീതാർകുണ്ടിലെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു നെല്ലിമരത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ടൊരു മറ്റൊരു കാഴ്ചയാണ്. വേറൊന്നുമല്ല, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ലയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഒരു മ്ലാവാണ്. ഈ മ്ലാവ് നിൽക്കുന്നതിന് തൊട്ടു പുറകിലായിട്ട് ഇവിടെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ലയവും കാണാൻ പറ്റും. അവിടെ താമസിക്കുന്നവർ പറഞ്ഞത് ഈ മ്ലാവ് മിക്കപ്പോഴും ഈ ഒരു ഭാഗത്തെല്ലാം ചുറ്റിക്കറങ്ങി നടക്കാറുണ്ട്. അതുപോലെ ആളത്ര അക്രമകാരിയൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് പോയി നിന്ന് വരെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല സൈസായിട്ടുള്ളൊരു മ്ലാവാണെങ്കിലും ഇതിൻ്റെ കൊമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തോന്നും. ശരിക്കും അതിൻ്റെ വലിയ കൊമ്പ് കൊഴിച്ച് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ വളർന്നു വരുന്ന വെൽവെറ്റ് കൊമ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ മ്ലാവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ നടുക്കായിട്ട് ചെറിയൊരു ഹോട്ടൽ കാണാൻ പറ്റും. ഒന്നല്ല, ശരിക്കൊരു 3-4 ഹോട്ടലുണ്ട് ഈ ഭാഗത്ത്. അങ്ങനെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഒരു ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇവിടുത്തെ ഓറഞ്ച് ഫാമിലേക്കാണ്. ഒരാൾക്ക് 25 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത്. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫാമിനകത്തേക്ക് കയറി. ഈ കാണുന്ന വഴി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല ഡിസൈനിൽ വെട്ടിവെച്ചിരിക്കുന്ന ഒരുപാട് ചെടികളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ചാമ്പമര തണൽ എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് കാണാം. പുറത്ത് എത്ര വെയിലാണെങ്കിലും എത്ര ചൂടാണെങ്കിലും ഈ ചാമ്പമരത്തണലിൻ്റെ താഴെയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് AC-യിലിരിക്കുന്നൊരു ഫീലായിരുന്നു. കാരണം അത്രയ്ക്ക് ചൂട് ഒബ്സർവ് ചെയ്ത് നല്ല കൂളായിട്ടുള്ളൊരു കണ്ടീഷനിലായിരുന്നു അതിൻ്റെ താഴെ ഭാഗം.
എന്തായാലും ടൈമൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചാമ്പമരത്തണലിലൊന്നും അധികം ഇരിക്കാതെ മുന്നോട്ട് കടന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഈ കാണുന്നൊരു ആമ്പൽക്കുളവും കാണാൻ പറ്റും. ഈ ആമ്പൽക്കുളത്തിൻ്റെ സൈഡിലൂടെ തന്നെ നമുക്കൊരു വോക്ക് വേ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ ഈ ഓറഞ്ച് ഫാമിനകത്തേക്ക് കയറിയതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഓർക്കിഡ്സ് എല്ലാം വളർത്തുന്ന ഒരു ഏരിയ ആണ്. ഇതിനകത്ത് നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡ്സും അതുപോലെ തന്നെ ഓർണമെൻ്റൽ ട്രീസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എല്ലാം ഇത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സെയിലിന് വെച്ചിട്ടില്ല. പക്ഷേ ഈ കാണുന്ന ചെടികളെല്ലാം കണ്ടപ്പോഴേക്കും വീട്ടിലേക്ക് 1-2 വാങ്ങാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ അവർ സെയിൽ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈം ആകുമ്പോഴാണ് ഇതെല്ലാം അവർ സെയിലിനായിട്ട് വയ്ക്കുക. അപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവരിതിൻ്റെ ഒരു ഇനോഗ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചെടികൾ ഇവിടെ ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കാണുന്നൊരു ഓറഞ്ച് മരം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്രയും നേരം ഈ ഓറഞ്ച് ഫാമിലൂടെ നമ്മൾ നടന്നിട്ടും ആദ്യമായിട്ടാണ് ഒരു മരത്തിൽ നിറയെ ഓറഞ്ച് കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയത്. എന്തായാലും നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഇത്രയും ഓറഞ്ച് ഇങ്ങനെ പഴുത്തെല്ലാം കിടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും പറിക്കാനായിട്ടുള്ള പെർമിഷൻ നമുക്കില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ നെല്ലിയാമ്പതിയിലെ കാഴ്ചകൾ? നമുക്കിനി ഇവിടെ കാണാനുള്ളതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ, അതായത് ഇതിപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ നെല്ലിയാമ്പതി കംപ്ലീറ്റ് കവർ ചെയ്തു. ഇനി സെക്കൻഡ് ഡേയിൽ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിൽ കാടിനകത്ത് ഏകദേശം 21 കിലോമീറ്റർ കാടിനകത്തായിട്ട് നമ്മൾ പോയി സ്റ്റേ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരുപാട് ആനിമൽസിനെ കാണാനായിട്ട് ചാൻസ് ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആനിമൽസിനെ നെക്സ്റ്റ് വീഡിയോയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ദിസ് ഇസ് സാം.